പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് ദൈവം നിർത്തരുത്, കണ്ടിന്യൂ ഡിസ്റ്റർബ് ചെയ്യില്ല. പൂർണ്ണമായ സഹോദരിമാരെ എഴുതുകയും ഏറ്റവും ഭംഗിയായിട്ടാണ് വളർത്തിയ വിശ്വാസത്തിൽ വിശുദ്ധ കൊച്ചുദ്രേസി ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ സഹോദരിയായിട്ടുള്ള സെലീൻ കൊച്ചുദ്രേസി കുഞ്ഞോട് ചോദിച്ചു, ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് അനുഭവം? ഇപ്പോൾ കൊച്ചുദ്രേസി കുഞ്ഞോലി പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ നേരത്തെ കേട്ട പാട്ടിലെ ഈരോട് ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞില്ലാതാകുന്നത്. സമുദ്രത്തിൽ ഒരു വെള്ളത്തുള്ളി വീണ് എങ്ങനെയാണോ ആ വെള്ളത്തുള്ളി പിന്നീട് സമുദ്രത്തിന്റെ ഭാഗമാകുന്നത്, അതുപോലെയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നാം ഓരോരുത്തരെന്ന് വിശുദ്ധ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദിവ്യകാരുണ്യ ഈശോയുടെ സമൂഹത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി ഞാനല്ലെങ്കിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ വിശുദ്ധ കൊച്ചുദ്രേസി പുണ്യവതി അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലും നിരന്തരം അനുഭവിച്ചു അറിയുവാൻ ഈശോ ഇവർക്ക് 3 പേർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നതോടൊപ്പം പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണവും ഒട്ടും എന്നും എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.